എടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത്. അപ്പം പുക്കാട്ടുപടി ജംഗ്ഷനോടും അതുപോലെ തന്നെ തേവക്കലിൻ്റെ മിഡിലായിട്ടുള്ളൊരു മാളികപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് 5 സെൻറ്റ് 250 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 2400 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK ആണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. എടപ്പള്ളി ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. നല്ല കിണർ വെള്ളം വരുന്നുണ്ട്. KW വാട്ടറിൻ്റെ കണക്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ വീട് സ്പേഷ്യസ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ എലിവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു എലിവേഷനും കിട്ടിയിട്ടുണ്ട്. മതിലിനും ടെക്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് പോവാണ്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. പോർച്ചിലേക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്തിലാണ്. നമുക്ക് നോർത്ത് സൈഡിലേക്ക് ഒന്ന് പോവാം. ഇവിടെ ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. നടക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. 5.5 സെൻറ്റ് ഉള്ളതുകൊണ്ട് ബാക്കിലും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ വർക്ക് ഏരിയ ചെയ്യാനായിട്ട് സ്ലാബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പോയിൻ്റൊക്കെ വരുന്നുണ്ട്. ഇത് ഫുള്ള് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. താഴെ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ടൈൽ വാങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ബാക്കിലേക്ക് വരാം. നടക്കാനുള്ള സ്പേസ് നമുക്ക് എല്ലാ വശങ്ങളിലും കിട്ടുന്നുണ്ട്. വലിയ കിണറാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറും കൂടിയാണ്. വെട്ടുകൽ പ്രദേശമാണ്, അതുകൊണ്ട് അരഞ്ഞാണം ചെത്തി ഇറക്കിയ കിണറും കൂടിയാണ്. നല്ല വെള്ളമാണ്. പിന്നെ ഇവിടെയും നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നേരെ അകത്തേക്ക് കയറാം. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. ഡോറ് ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്കാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. കട്ട്ല പാനൽ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് തന്നെയാണ്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ലിവിങ് സ്പേസ് വന്നുള്ളത്. വലിപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. ടീപ്പ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് TV യൂണിറ്റിലേക്ക് വരാം. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കബോർഡുകൾ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിങ്ങിൻ്റെ വർക്കാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ ഡൈനിങ്ങിലേക്ക് പോവുകയാണ്. ഈ ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസും ഭംഗിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. കോപ്പർ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിവിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ. 6 ചെയറോ 8 ചെയറോ ഇനി 10 ചെയറിൻ്റെയും ടേബിൾ ഇടാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫാൻ വരുന്നുണ്ട്. അപ്പം ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. എല്ലാ സൈഡിലും പവർ പോയിൻ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കോക്കറി ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുക്കളയിൽ കയറുന്ന എൻട്രൻസൊക്കെ ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. കിച്ചൻ്റെ ടൈല് മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇനി കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഹുഡും ഹൂബൊക്കെ വയ്ക്കാവുന്നതാണ്. വശങ്ങളിലെല്ലാം പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ക്വാളിറ്റി ഉള്ളൊരു സിങ്കും 2 ടാപ്പും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ് കിട്ടിയിട്ടുണ്ട്. അതായത് ആലുവ അടുപ്പ് എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ അതിനുള്ളൊരു സജ്ജീകരണം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള കബോർഡുകൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് 12 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വരാനുണ്ട്. അപ്പം ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ടുള്ള വാൾഡ്രോബ്സാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ബെഡ്റൂം വരുന്നത് സൗത്തും ഇത് വെസ്റ്റുമാണ്. അപ്പം സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂം എന്നുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഡയവേർട്ടർ പാരിവെയർ എന്നൊരു കമ്പനിയുടെയാണ്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റും വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ 50 ഗ്ലോസിയാണ്.
പിന്നെ ഹീറ്റിൻ്റെ പോയിൻറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും കിട്ടിയിട്ടുള്ളത്. നമ്മളിനി ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഈ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിന് ഒതുങ്ങി മാറിയിട്ട്, അതായത് ഡൈനിങ് ഏരിയയിൽ നിന്നും മാറി ഒതുങ്ങിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തുള്ളത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്, ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. അതായത് മൾട്ടിവുഡ് കൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈലും കൊടുത്തിരിക്കുകയാണ്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പം വാഷ് കൗണ്ടർ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. 12.5 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ് ഇത് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്. ഈ 2 മാളി വീതം 2 ജനലാണ് വന്നുള്ളത്. ഇത് സൗത്ത് സൈഡാണ്. 2 മാളി ജനൽ വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഫാനും ഒക്കെ വന്നിട്ടുണ്ട്. BLDC ഫാൻ തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയ കബോർഡാണ് വന്നുള്ളത്. ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ്. സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റും വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ മേലേക്ക് വരാം. ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. പെർഗോള വരുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് 2 സെക്ഷനായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ സ്പേസിൽ നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് പോവാം. പന്ത്രണ്ടര അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. കബോർഡ് വർക്ക് വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റിനുള്ള പോയിന്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. 12.5 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഇവിടെയും കബോർഡ് വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ, അതുപോലെ തന്നെ മിറർ, ലൈറ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ കളർ പാറ്റേൺ മാറ്റമുണ്ട്. മിക്സർ ടാപ്പ് തന്നെയാണ് വന്നുള്ളത്. 3-വേ മിക്സറാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലിൻ്റെ സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. യൂട്ടിലിറ്റി സ്പേസ് വന്നിരിക്കുന്നത് കവർ ചെയ്യാനുണ്ട്. ഇത് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് തന്നെ ധാരാളമാണ് കലക്കി വിരിച്ചിടാനും. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ സ്റ്റെയർ ഇങ്ങനെയാണ് കൊടുത്തുള്ളത്. അപ്പം 2 സൈഡിൽ ഹാൻഡിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തുള്ളത്. ഇവിടെ പവർ പോയിന്റ്, വാട്ടർ പോയിന്റ്, വേസ്റ്റ് ലൈൻ. അപ്പോൾ വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലെ രണ്ടാമത്തെ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് തന്നെയാണ്. താഴെയുള്ള അതേ ലിവിങ് സ്പേസിൻ്റെ സ്പേസ് നമുക്ക് മേലെയും കിട്ടിയിട്ടുണ്ട്. വലിയൊരു കോർണർ സോഫ സെറ്റ്, കോർണറല്ല, 2 സൈഡിലും നമുക്ക് സെറ്റ് യു ഷേപ്പിൽ നമുക്ക് സെറ്റ് ഇടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്പേസ് വന്നുള്ളത്. വലിയൊരു TV യൂണിറ്റിനുള്ളൊരു സ്പേസും കിട്ടിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഫാൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ഈ ലിവിങ് സ്പേസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. കവേർഡ് ബാൽക്കണിയാണ്. ഫ്രണ്ടിൽ ക്ലാഡിങ് സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഇത് 304-ൻ്റെ സ്റ്റീൽ കൊണ്ട് ഹാൻഡിൽ കൊടുത്തിരിക്കുകയാണ്. ടഫിൻ്റെ ഗ്ലാസ് വന്നിട്ടുണ്ട്. പവർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഊഞ്ഞാലൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതിവിശാലമായുള്ളൊരു ബാൽക്കണിയും കൂടിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതും പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5 സെൻറ്റ് 250 ലിങ്ക്സ് ലാൻഡ് ഏരിയ ഉണ്ട്. ഇത് കൂടാതെ തന്നെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. കൂടാതെ ഡൈനിങ് സ്പേസ് ആണ് എടുത്തു പറയേണ്ടത്. വലിപ്പോൾ ഒരു ഡൈനിങ് സ്പേസോട് കൂടിയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 84 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.